ഇപ്പോൾ ഈ തീരുമാനം നടപ്പിലായി കഴിഞ്ഞാൽ അത് മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തന്നെ അനുബന്ധമായി നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളെയും ബാധിക്കും. ഏതൊക്കെ രീതിയിലായിരിക്കും ഇപ്പം ഇത് വിൽപ്പന നടത്തുന്നവരെയും ഒക്കെ ഇത് നേരിട്ട് ബാധിക്കുന്ന വിഷയമാണല്ലോ. അത് പ്രധാനമായിട്ടും മത്സ്യത്തൊഴിലാളികളും മത്സ്യം വിൽക്കുന്നവർ മാത്രമല്ല, കേരളത്തിൻ്റെ മനുഷ്യരുടെ ആരോഗ്യത്തിൻ്റെ പോഷകാംശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നൊരു വിഷയമാണ്. ഇപ്പോൾ കൊല്ലമാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ മത്സ്യസമ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലവറയാണ് കൊല്ലമ്പേങ് എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് ഇവിടുത്തെ മത്സ്യ ഗവേഷകർ തന്നെ കണ്ടുപിടിക്കപ്പെട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഖനനം നടത്താൻ ആദ്യമായിട്ട് ഇപ്പോൾ ടെൻഡർ പൊട്ടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അതുമായിട്ട് അനുബന്ധ തൊഴിലാളികളും മത്സ്യം ഭക്ഷിച്ച് ഇത് ചെയ്യുന്ന ജനങ്ങളുമെല്ലാം വളരെ ആശങ്കയിലാണ്. കാരണം ഇത് വ്യാപകമായിട്ട് അടുത്തത് വരുന്നത് പൊന്നാനിയാണ്. രണ്ടാമത്തെ മത്സ്യ ബാങ്കായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഒരു സാമൂഹ്യ അല്ലെങ്കിൽ ശാസ്ത്രീയമായൊരു പഠനം ഇത് ഖനനം നടത്തിയാൽ എന്ത് പ്രശ്നങ്ങളുണ്ടാകും, പരിസ്ഥിതി പ്രശ്നങ്ങൾ എങ്ങനെയുണ്ടാകും, മത്സ്യ മേഖലയെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും, ഇതിനെക്കുറിച്ചൊന്നും ഒരു പഠനവും നടത്താണ്ടാണ് ഗവൺമെൻറ് ഏകപക്ഷീയമായിട്ട് ഇത്തരമൊരു കാര്യത്തിലേക്ക് നീങ്ങുന്നത്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മുഴുവൻ സമൂഹവും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം മത്സ്യസമ്പത്തിൻ്റെ ഒരു കഷ്ണം മീനില്ലാണ്ട് ഭക്ഷണം കഴിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകളുടെ സ്ഥലമാണ് കേരളം. അപ്പോൾ അവൻ്റെ ആരോഗ്യത്തിൻ്റെ പോഷകാഹാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമാണ് മത്സ്യം. ആ മത്സ്യത്തിൻ്റെ ഇല്ലായ്മയിലേക്ക് നയിക്കുന്ന ഏതൊരു കാര്യത്തെയും കേരള സമൂഹം ഒന്നടങ്കം തന്നെ എതിർക്കേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത്. ഓരോ വർഷം ചെല്ലുന്തോറും മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യബന്ധനത്തിന് ചെലവാക്കുന്ന പൈസയും തിരിച്ചു കിട്ടുന്നതുമായിട്ടുള്ള വലിയ കഷ്ടത്തിലേക്കും നഷ്ടത്തിലേക്കും, കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുന്നൊരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓരോ ഗവൺമെൻറ്റുകളും ഇപ്പോൾ പെട്രോളിൻ്റെ വില വർധനമാണെങ്കിൽ അവനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാതിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണെണ്ണ സബ്സിഡി, ഈ വിഷയങ്ങളിലൊന്നും ഒരു തീരുമാനം ഇതുവരെയില്ല. അതുപോലെ തീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും കടലോരത്ത് താമസിക്കുന്നവരെല്ലാം കടൽക്ഷോഭത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തീരം വിട്ട് സ്കൂളുകൾ അഭയം പ്രാപിക്കേണ്ട ഒരവസ്ഥയാണ്. അതിന് പണ്ട് കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കടൽ ഭിത്തി നിർമ്മിക്കാനും തീരം സംരക്ഷിക്കാനും ഫണ്ട് അനുവദിച്ചിരുന്നു. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് 1 രൂപ പോലും കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയും കൂടെയാണ്. ആ അതിർത്തി സംരക്ഷിക്കാൻ, അവിടെ ജനങ്ങളെ സംരക്ഷിക്കാൻ മത്സ്യമേഖലയിൽ 1 രൂപയുടെ ആനുകൂല്യം, 1 രൂപയുടെ പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ ഈ ബഡ്ജറ്റിലും ആ തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയിരിക്കുന്നത് മത്സ്യമേഖലയിൽ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചില പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള മുഴുവൻ സംഘടനകളും ഈ ടെൻഡർ പൊട്ടിക്കുന്ന ദിവസം അന്ന് വലിയൊരു ഹർത്താലിലേക്ക് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അണിനിരത്തിക്കൊണ്ടുള്ള ഹർത്താൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ മുതലാളി, ഇപ്പോൾ അദാനി എന്ന് പറയുന്ന മുതലാളിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരാണിത് ടെൻഡറിൽ പങ്കെടുത്തിരിക്കുന്നത്. മിക്കവാറും അവർക്ക് തന്നെയാണ് കിട്ടാൻ സാധ്യത. അതാരെടുത്താലും, അദാനിയല്ല ഇനി വേറെ ആരെടുത്താലും, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുവദിക്കാൻ കഴിയില്ല. അവൻ്റെ ജീവിതം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. കായലിലെ സ്ഥിതി വ്യത്യസ്തമല്ല. കായലുകൾ മുഴുവൻ നികന്ന് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് വിഷത്തില മുഴുക്കുന്നൊരവസ്ഥ കമ്പനികളിൽ ഇരുന്ന് വരുന്നത്. അപ്പം മത്സ്യ മേഖലയെ, മത്സ്യസമ്പത്തിനെ ആകെ നശിപ്പിക്കുന്ന, അതിൻ്റെ പ്രത്യുൽപാദനപരമായ എല്ലാ ഇതും നശിപ്പിക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മത്സ്യത്തൊഴിലാളികൾ ജീവൻ മരണ പോരാട്ടത്തിൽ തന്നെയാണ് ഇതിനെ പരാജയപ്പെടുത്താൻ തന്നെ തീരുമാനിച്ച് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം സമരരംഗത്ത് ഇറങ്ങുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.